4:30 ആയപ്പോൾ കുഞ്ഞ് കരയുന്നുണ്ട്. 4:30 ആയപ്പോഴേ അപകടം. അപ്പം ഞാൻ എണീറ്റ് കുഞ്ഞിനെ ഉറക്കിയിട്ട് ഫോണിൽ നോക്കിയപ്പോൾ 4:30 മണി. അപ്പോൾ ഓൾറെഡി നോക്കിയപ്പം സുധിച്ചേട്ടൻ അല്ല, ഞാൻ ഫോണ് നമ്മൾ എന്തായാലും ഉണർന്ന് എഴുന്നേറ്റ് നെറ്റ് ഓൺ ആക്കുമല്ലോ, നോക്കും. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നിയില്ല. സുധിച്ചേട്ടനെ വിളിക്കാൻ ഞാൻ 1-2 പ്രാവശ്യം നോക്കിയതാ. ചിന്ത വന്നപ്പോൾ ഞാൻ ഓർത്ത് ഉറങ്ങുമായിരിക്കും, ഉറങ്ങി വരട്ടെ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞും ഉറക്കത്തില്ല, ഞങ്ങൾ ആരും ഉറക്കത്തില്ല. എപ്പോഴും ഇങ്ങനെ അടുക്കള പാചകവും വർത്താനവും ഒക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ കടയപ്പോക്കൊക്കെ തന്നെത്താനെയാ സ്വന്തമായിട്ടല്ല. ഇവിടുന്ന് കവലയിലൊക്കെ പോവുകയും കവല വരെ നടന്നു പോകും, ചിലപ്പം സാധനം മേടിച്ചോണ്ട് വരും. ഇതൊക്കെ ആളുടെ ഒരു ഹോബി. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പോൾ ഈ സംഭവം നടക്കുവാ 4:30 ആയപ്പം. ഞാനന്ന് നെറ്റ് ഓൺ ആക്കിയില്ല, ഞാൻ കിടന്നുറങ്ങി. രാവിലെ ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 6-6:30-7 മണിയായി ഞാൻ എണീറ്റപ്പം. കോള് വന്നുകൊണ്ടിരിക്കുന്നു. താമസിച്ച് കിടന്നുകൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പം ഒരു കോൾ എടുത്തപ്പോഴത്തേന് സുധിച്ചേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫ്. അപ്പോൾ ഇവർ സംഭവം അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞിട്ട് ഈ മിറ്റം മുഴുവൻ ഈ വഴി മുഴുവൻ ആൾക്കാരാണ്. ഞാനിത് അറിയുന്നില്ല. അപ്പോൾ മൂത്ത മോൻ ഇവിടെയാണ് കിടക്കുന്നത്, ഞങ്ങൾ അകത്തെ റൂമിൽ. എൻ്റെ ഒരു അനീത്തിയുണ്ട്. പപ്പയും അമ്മയും ഹോസ്പിറ്റലിലായിരുന്നു, പപ്പായ്ക്ക് ഒരു ഓപ്പറേഷനായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ഞാൻ ചേട്ടത്തിയോട് ചോദിച്ചു, എന്നെ അടുത്ത് ഈ വെളുപ്പിനെ വിളിച്ചു സുധി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ചേട്ടൻ വടകര പോയതാണല്ലോ. എന്നെ അടുത്ത് വന്നില്ല, ഇപ്പം വന്ന് കാണും, ഇനിയിപ്പോൾ ഉറക്കമായിരിക്കും, വല്ലോ സ്റ്റാൻഡിൽ വല്ലോ ഇരുന്നിട്ടേ വിളിച്ചു നോക്കട്ടെ എന്ന്. അപ്പം എഴുന്നേറ്റ് 5 മണിയായപ്പം രേണു വിളിച്ചു നോക്കിയില്ലേ? 5 മണിയായപ്പോഴല്ല ഞാൻ എഴുന്നേറ്റ്, 6-6:30 ആയപ്പോഴാണ് എഴുന്നേറ്റ്. 4:30 ആയപ്പോൾ വിളിക്കാൻ തോന്നിയില്ല എനിക്ക്, എന്തോ എനിക്ക് തോന്നിയില്ല. 5 മണിക്ക് നിങ്ങളുടെ അടുത്ത് പിക്ക് ചെയ്യാൻ വരണം എന്നല്ലേ പറഞ്ഞു? അപ്പൊ ഉറങ്ങിപ്പോയി. ഉറങ്ങി 6-6:30-7 ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ്. വിളിച്ചത് സുധിച്ചേട്ടനെ 5 പ്രാവശ്യം വിളിച്ച്. അപ്പൊ 5 പ്രാവശ്യം വിളിച്ചിട്ടും ബെല്ലടിക്കുന്നുണ്ട്, ബെല്ലുണ്ട്. പക്ഷെ ആ ഫോൺ ഇതുവരെ നന്നാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കൊടുത്തു നോക്കി കടയിൽ, അതുപോലെ അത് തകർന്നു പോയി. പക്ഷെ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കൊന്ന് ഡിസ്പ്ലേ പോയി കാണും, ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല ആരും. അപ്പൊ എനിക്ക് ഡൗട്ടൊന്നും അടിച്ചില്ല. നമുക്ക് അങ്ങനെ തോന്നും, നമ്മുടെ ആള് മരിച്ചു പോകും, നമ്മൾ ഓർക്കുമോ, ഇനി എന്തുവാ ഇത് സംഭവം എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ കോള് വരുന്നത്. അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഇവിടെ വന്ന് തിണ്ണേ വന്നോണ്ട് വേറൊരു കോള്, ചേച്ചി വാർത്തക്കകത്ത് ശരി. അപ്പൊ എന്റെ വിചാരം പണ്ട് നമ്മുടെ കൊറോണ ടൈമിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ വന്നായിരുന്നു സുധിച്ചേട്ടന്, ഒരു സാമ്പത്തികമായിട്ടുള്ള കടത്തിന്റെ പ്രശ്നമൊക്കെ വന്നായിരുന്നു ആ കൊറോണ ടൈമിൽ. ഇനി അത് വല്ലതും ആണോ വാർത്തക്കകത്തെന്ന് ഞാൻ ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി അപ്പോൾ ഒന്നും അറിഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും അറിഞ്ഞില്ല, എന്താ സംഭവം എന്ന് ചോദിച്ചു. അവരന്നേരം കട്ട് ചെയ്ത്, 2-3 കോൾ ഇങ്ങനെ വന്നിട്ട് കട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഡൗട്ട് അടിച്ച്. ടി വിയിലെ വാർത്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിട്ട് ടി വി വെച്ചില്ല. ഞാൻ കിച്ചുവിനോട് പറഞ്ഞേടാ നീ എന്ന്. അപ്പോൾ അവൻ ഉറക്കത്തില്ല, നല്ല ഉറക്കത്തില്ല. വെളുപ്പിനെ അങ്ങോട്ട് കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് വന്ന് കിടന്ന്, എവിടെയോ എന്തോ ആവശ്യത്തിന് പോയതാ, കല്യാണ പാർട്ടി എന്തോ. അപ്പം ഞാൻ പറഞ്ഞു, കിച്ചു ഒന്ന് എണീക്കടാ, നമ്മുടെ അച്ഛൻ എന്തോ പറ്റിയിട്ടുണ്ട്, നീ ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞവൻ ഉറക്കത്തിൽ വിളിച്ചതല്ലേ, ഈ അമ്മയുടെ കാര്യം അച്ഛൻ എന്നാ പറ്റാനാ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റ് ഇവൻ കോൾ എടുത്തോണ്ട് ഫോൺ എടുത്തോണ്ട് അകത്തോട്ടങ്ങാണ്ട് കയറി. ഞാനിത് കതവ് തുറന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ അവിടെ തൊട്ട് ഇവിടെ വരെ ആൾക്കാർ എല്ലാവരും ഇങ്ങോട്ട് നോക്കി നിൽക്കും. എത്ര മണിയായിട്ടുണ്ടാവും? 6-6:30-7 മണിയായി, എന്തായാലും 7 മണിയായി. അപ്പോഴും നിങ്ങൾ ടി വി ഒന്നും ഇട്ടിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല? പപ്പായും ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. അല്ലെ ഇവര് വെളുപ്പിനെ വാർത്ത വെക്കുന്ന 24, ഇവരിവിടെ ഇല്ലല്ലോ, വേറെ ആരും വിളിച്ചിട്ടുമില്ല. വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഞാൻ മിസ് കോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്നെ സംഭവം നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഒരു കോളും എടുത്തിട്ടുമില്ല? 2-3 കോൾ എടുത്ത്. ചേട്ടത്തി ഞാൻ പറഞ്ഞില്ല, ചേട്ടത്തി വിളിച്ച കോൾ എടുത്ത്. അവരാരും ഒന്നും പറഞ്ഞിട്ടുമില്ല, അവർക്ക് മനസ്സിലായി ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന്. വെളിയിൽ ഇറങ്ങിയപ്പോൾ ആൾക്കാർ. അപ്പം ഞാനിങ്ങനെ നിൽക്കുക, എന്തോ സംഭവം എന്ന് ചോദിക്കുന്നില്ല. അപ്പം ചോദിക്കുവാ ഞാനിങ്ങനെ. അപ്പം ഇപ്പുറത്ത് ഒരു അമ്മച്ചി ഓടി വന്നിട്ട്, രേണു ഒരു ചെറിയൊരു അപകടം പറ്റി സുധിയൊക്കെ വന്നപ്പോഴേ, വിനുവടിമാരിയൊക്കെ ഉണ്ടായിരുന്നു, മഹേഷും ഒക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു അപകടം. സുധീർ എന്തോ കയ്യോ കാലോ കണ്ട്. അപ്പം എനിക്ക് കയ്യോ കാലോ ഓടിഞ്ഞാൽ ഇങ്ങനെ ആൾ വരുമോ? അപ്പം ഞാൻ ഇവരോടെല്ലാം ചോദിക്കുന്നത്, സുചേട്ടൻ എന്തായാലും സുചേട്ടൻ ഉണ്ടോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. കാരണം എനിക്ക് സുചേട്ടൻ ഇല്ലാണ്ട് പറ്റത്തില്ല, ചിന്തിക്കാനേ പറ്റുന്നില്ല. പുള്ളിയോട് സംസാരിക്കാണ്ട്, അല്ലാതെ 5 വർഷമായിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങൾ. പുള്ളിയോട് മിണ്ടാണ്ട് എനിക്ക് പറ്റത്തില്ല, ഉണ്ടോ ഇല്ലയോ. അപ്പം ആരും ഒന്നും മിണ്ടുന്നില്ല. ഈ വീട് തൊട്ട് ആ വീട് വരെ ഞാൻ തിരക്കുന്നുണ്ട്, ഓരോരുത്തരുടെ വീടിൻ്റെ വാതിൽ സുചേട്ടൻ ഉണ്ടോ, ആളുണ്ടല്ലോ അല്ലേ, ആരും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ഈ കിണറ്റുകരെ വന്നങ്ങ് ഇരുന്ന്. അപ്പം എനിക്ക് തോന്നുന്നത് ഐശ്വര്യനെയാന്ന് തോന്നുന്നു അയച്ചേക്കെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഐഷു ഇല്ലേ സ്റ്റാർ മാജിക്കിലെ ഡാൻസർ. അപ്പം ഐശ്വര്യയും ഫാമിലി അവിടം വരെ പകുതി വന്നപ്പോൾ ആൾക്കാരെ തടഞ്ഞു വെച്ച് അവൾ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം അവരവിടെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു, 24-ന്റെ ക്യാമറ എല്ലാം അവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഈ കിണറിൻ്റെ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു കുട്ടി, അപ്പുറത്തെ വീട്ടിലൊരു കുട്ടി, അപ്പുറത്തെ സ്ഥലത്തിലെ ഒരു കുട്ടി ഓടി വന്നതിനോട് ചോദിച്ചു, ചേച്ചി ബോഡി ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നത് കൊല്ലത്തോട്ടാണോ എന്ന്. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ അറിയുന്ന ആൾ പോയെന്ന്. ഒരുമാതിരി ഒരു കിളി പോയ പോലെ ആയിപ്പോയി തലേന്ന്. ഇങ്ങനെ ഇരിക്കുവോ, അനങ്ങുന്നില്ല. സുധിച്ചേട്ടൻ മരിച്ചെന്നോ, നമ്മൾ സ്വപ്നത്തിൽ കരുതുവോ സുധിച്ചേട്ടൻ മരിച്ചെന്ന്.
നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധി മരണപ്പെട്ടതിന് ശേഷം കടുത്ത സൈബർ ആക്രമണമാണ് താരത്തിന്റെ ഭാര്യ രേണു നേരിട്ടത്. സോഷ്യൽ മീഡിയയിൽ രേണു റീലുകൾ ചെയ്യുന്നതും പോസ്റ്റുകൾ പങ്കിടുന്നതും ഒക്കെ ചില സദാചാരക്കാർക്ക് ദഹിക്കാതെയായി. അങ്ങനെ വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായി. രേണു ഒരു ചിത്രം പങ്കിട്ടാലോ ഒരു സ്റ്റാറ്റസ് പങ്കിട്ടാലോ അങ്ങനെ എന്ത് സംഭവം പങ്കിട്ടാലും അതിനെതിരെ കടുത്ത രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായി തുടങ്ങി. എന്നാൽ ഇതിനെല്ലാം നല്ല മറുപടിയോടെയാണ് രേണു പലപ്പോഴും പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. ഒരു സ്ത്രീ എന്നും കരഞ്ഞിരുന്നാൽ അയ്യോ എൻ്റെ ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ചു എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിരുന്നാൽ എല്ലാവർക്കും സന്തോഷമാകും. എന്നാൽ അങ്ങനെ അല്ലാതെ സന്തോഷത്തോടെ തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയാൽ അതാർക്കും ഇഷ്ടമില്ലാതാകും. എന്തിനാണ് ഈ സമൂഹം ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പോൾ എനിക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ട് ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൈപിടിച്ച് എൻ്റെ സന്തോഷങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുവരാനാണല്ലോ എല്ലാവരും ശ്രമിക്കേണ്ടത്. എന്നാൽ രേണു അത് ചെയ്യുന്നു, രേണു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് സുധിയുടെ മരണം ആഘോഷമാക്കിയതുപോലെയാണ് എല്ലാവരും ഇപ്പോൾ കമന്റുകൾ ഇടുന്നതും വിമർശിക്കുന്നതും. വിഷമം അനുഭവിക്കുന്നവർക്ക് പറയാനുള്ള അതേ ഉള്ളൂ എനിക്ക് അവരുടെ അടുത്ത്. എന്ത് വന്നാലും നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇപ്പം മക്കളില്ലാതെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കും, ഇങ്ങനെയുള്ളവർ വിധവായിട്ടുള്ളവർ. ചേച്ചി എങ്ങനെ ഇങ്ങനെ തരണം ചെയ്ത്, ഞങ്ങൾക്ക് പറ്റുന്നില്ല ചേച്ചി. ഞാൻ പറഞ്ഞു ജീവിക്കണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ചിലവരൊക്കെ പറഞ്ഞു ശരിയാ. ചിലവർ എന്നെ ഇങ്ങോട്ട് പറയും. അതിന് മുന്നേ ഒക്കെ ഒരുപാട് ഇച്ചിരി ഏജുള്ള ചേച്ചിമാരൊക്കെ എൻ്റെ അടുത്ത് മോളെ ഇങ്ങനെ തന്നെ മുന്നോട്ട് വന്ന് നമ്മുടെ കൂടെ അവരുണ്ട്, ഇങ്ങനെയുള്ളവരെ എന്നെ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കും ചേച്ചിയുടെ ഒരു റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ ധൈര്യപ്പെടുത്തി. ചിലർ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നൊക്കെ പറഞ്ഞയക്കും. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യരുത്, ഒരിക്കലും തല പോയ കേസ് വന്നാൽ നമ്മൾ ആത്മഹത്യ ചെയ്യരുതെന്ന് ഞാൻ അവരോട് പറയും. നമ്മൾ ജീവിച്ച് കാണിക്കണം. നമ്മൾ ക്രിസ്ത്യൻ രീതിയെ വിശ്വസിക്കുന്ന നമ്മളെ കർത്താവ് വിളിക്കുന്ന സമയം വരെ നമ്മൾ എന്തായാലും ഫൈറ്റ് ചെയ്ത് ജീവിക്കണം. രേണു വളരെ ബോൾഡാണ്, അതുകൊണ്ടാണ് രേണുവിന് അത് ഫേസ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം കൂടി ഉള്ളപ്പോൾ രേണു എന്നുള്ള വ്യക്തി അതായതുകൊണ്ട് രേണുവിന് അത് തരണം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ രേണു തൊട്ടു മുന്നേ പറഞ്ഞു രേണുവിന് ആ മരിച്ചു കിടക്കുന്ന സുധിയുടെ ആ ഒരു മുഖം ഉറങ്ങിക്കിടക്കുന്നതായിട്ടാ തോന്നുന്നത്. അത് ഇന്നും മനസ്സിലുണ്ട്, ഒരിക്കലും നമ്മൾ ആരും അത് മറക്കില്ല. പക്ഷെ എന്നാലും സുധി എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ആ സുധി എന്നുള്ളൊരു വാക്ക് മനസ്സിലേക്ക് വരുമ്പോഴോ ആ മുഖമാണോ അതോ ഇങ്ങനെ ഈ ചിരിച്ച മുഖമാണോ, വാവക്കുട്ടിയെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആ മുഖമാണോ വാവക്കുട്ടയെന്ന് പറയുന്നത് വിളിക്കുന്നതാണ്. അതാണ് ഇപ്പോഴും ആ ഒരു ചിരി, എപ്പോഴും ചിരി. ഇപ്പം ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്ന കാര്യത്തിനാണ് എന്നെ ശരിക്കും വഴക്ക് പറയുന്നത്. ഞാൻ കഴിക്കുന്ന കുറവായതുകൊണ്ട് എൻ്റെ അടുത്ത് വഴക്ക് പറയും. അതല്ലാണ്ട് ആള് ദേഷ്യപ്പെട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ദേഷ്യപ്പെട്ട് നമ്മുടെ ചെറിയ ചെറിയ വഴക്കും കാര്യങ്ങളും ഭാര്യ ഭർത്താവ് എന്നുള്ളത് അത് 5 മിനിറ്റ് പോലും നീണ്ടു നിൽക്കത്തില്ല. അന്നേരം മിണ്ടും, വന്ന് ഇങ്ങോട്ട് വന്ന് മിണ്ടും, ആവട്ടെ മിണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് മിണ്ടും. പെട്ടെന്ന് പിണക്കം മാറ്റുന്ന ഒരാളായിരുന്നു. അത് തന്നെ. എന്തിന്റെ പേരിലാണ് തന്നെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും താൻ എന്ത് ചെയ്താലും ചിലർ കുറ്റം കണ്ടുപിടിക്കുകയാണെന്നും രേണു പറയുന്നുണ്ട്. ഇങ്ങനെ പോയാൽ താൻ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്നും അല്ലെങ്കിൽ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ നിർബന്ധിതയാകുമെന്നും രേണു വ്യക്തമാക്കുന്നുണ്ട്. രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒന്നിനും ഞാനില്ല, എന്നാ തെറ്റാ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, ഞാനൊരു വിധവയാണെന്ന് കരുതി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ, എല്ലാം കുറ്റമാണ്, കേട്ട് മടുത്തു, ഒന്നുകിൽ ജീവിതം അവസാനിപ്പിക്കും അല്ലെങ്കിൽ ആരെയെങ്കിലും കെട്ടി ജീവിക്കും, എനിക്ക് മടുത്തു, ഇങ്ങനെ കേൾക്കാൻ. എന്തേലും തെറ്റ് ചെയ്തതാണെങ്കിൽ കുഴപ്പമില്ല, ഇതാകുമ്പോൾ വിധവ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തു, ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും കുറ്റം, ഞാൻ ജീവിതം അവസാനിപ്പിച്ചാലും ഇനി കെട്ടിയാലും ഈ പഴി പറയുന്നവർ തന്നെയാണ് കാരണം, മടുത്തിട്ടാണ് താൻ എല്ലാത്തിനും പ്രതികരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ഇത്രയ്ക്കും അപമാനിക്കപ്പെട്ടൊരു സ്ത്രീ കേരളത്തിൽ ഉണ്ടോ എന്ന സംശയമാണെന്ന് നേരത്തെ രേണു ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഭർത്താവ് മരിച്ചാൽ ഭാര്യ സതി അനുഷ്ഠിച്ചിരുന്നുവെന്ന് ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, അതെല്ലാം നിർത്തലാക്കിയില്ലേ, വിധവ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് ചിലരുടെ തിട്ടൂരം. എനിക്ക് സന്തോഷം നൽകുന്നതാണ് വീഡിയോ ചെയ്യുന്നത്, സുധിച്ചേട്ടനും ഇഷ്ടമായിരുന്നു, ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം, അതുപോലെ സന്തോഷത്തോടെ ജീവിക്കാനാണ് താൻ ശ്രമിക്കുന്നത് എന്നാണ് രേണു പറയുന്നത്. ഇപ്പോൾ നാടകത്തിലും സിനിമയിലും എല്ലാം രേണു സജീവമായി എത്തി തുടങ്ങിയിരിക്കുകയാണ്. ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വരികയാണ് രേണു എന്ന്. ഞാൻ വേറെ കുറെ പേരുടെ ഒരു അനുഭവം ഞാൻ കേട്ടിരിക്കുന്ന വെച്ച് ചോദിക്കുകയാണ്. ഇങ്ങനെ പെട്ടെന്നൊരു ആക്സിഡന്റൽ ഡെത്ത് വരുന്ന ആൾക്കാർ കുറച്ച് പേരുടെ ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ മുൻകൂട്ടി എന്തോ അവരുടെ ഉള്ളില് ഒരു ഇതുപോലെ ഒരു വിളി പോലെ ഞാനിതാ പോവാറായി എന്നോ, പെട്ടെന്ന് വേറൊരു വൈകാരികയോ ക്ഷീണമോ ഒന്നും ഉള്ള ആൾക്കാരായിരിക്കില്ല, എനിക്കെന്തോ ഒരു ഇതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ബാക്കി പെൻഡിങ് ഉള്ള കാര്യം അവർ നമ്മളെപ്പോലെ തൊട്ടടുത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇതേ എനിക്ക് ഇന്നൊക്കെ കാര്യങ്ങളുണ്ട് കേട്ടോ, തിങ്സ് ടു ഡു, എൻ്റെ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്, എങ്ങാനും എനിക്ക് വല്ലതും പറ്റിയ നീ ഇതൊക്കെ ഒന്ന് നോക്കിയേക്കണേ എന്ന് ചിലർ പറഞ്ഞ് എനിക്ക് നന്നായിട്ട് അറിയുന്ന കുറേ പേര് അങ്ങനെ പറഞ്ഞു വെച്ചവരുണ്ട്. ചില ആൾക്കാർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും.
ചില ആഗ്രഹങ്ങൾ ആൾക്കാർക്ക് പറയും. എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ ആയിരിക്കും. ചിലര് ഇങ്ങനെ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നടി അങ്ങനെയൊക്കെ ചിലരൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു സുചേട്ടൻ. ശരിക്കും ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു മരിക്കുന്നതിന് അത് കുറച്ച് ദിവസം മുന്നേ ആണ് ഇന്നസെന്റ് ഏട്ടൻ മരിച്ചത്. സുചേട്ടൻ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇരുന്ന് കാണുക, ഫ്യൂണറൽ വീഡിയോ ഇരുന്ന് കാണുക വേട്ട. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ ഏട്ടാ ഇങ്ങനെ ഇരുന്ന് കാണുന്നത്? ഇല്ല വാട്ടാ, ഭയങ്കര വിഷമം, ഒരുമിച്ച് അഭിനയിച്ചൊക്കെ അല്ലേ, ഭയങ്കര വിഷമാ. ഇങ്ങനെ അല്ലാടി പാവട്ടെ, ഇപ്പം നടന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ. ഞാൻ എന്തുവാട്ടാ ഇങ്ങനെ, കുറച്ച് നേരമല്ലേ കണ്ടിട്ട് മതി എന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ഫോണിൽ ഇങ്ങോട്ട് നോക്കിയിരുന്നപ്പോൾ കുറേ നേരം എന്നെ നോക്കി നിൽക്കുക. അപ്പം അങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെ കാര്യമൊന്നുമില്ല, അപ്പം ഇനി നോക്കി നിൽക്കുന്നു. പക്ഷെ എന്തുവാട്ടാന്ന് ചോദിച്ചു. പാവട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ വേറെ കല്യാണം കഴിക്കുമോ? ഞാൻ പറഞ്ഞു എന്തിന്, ഞാൻ എന്തിനാ, ചേട്ടൻ പ്രായം ചെന്നിട്ടല്ലേ മരിക്കുന്നത്, അപ്പോഴും ഞാനും പ്രായമാകുമല്ലോ, പിന്നെ ഞാൻ എന്തിനാ കല്യാണം കഴിക്കുന്നത്? കല്യാണം ഒന്നും കഴിക്കത്തില്ല ഏട്ടാ, ഇങ്ങനെ തമാശ രീതിയിൽ പറഞ്ഞു. അപ്പം പിന്നെ ഒന്നും, അപ്പം ഞാൻ ഓർത്ത ഏട്ടൻ വേറെ ശ്രദ്ധയായിരിക്കുന്നത്. അപ്പോഴും ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി എനിക്കിട്ട് തന്നെ നോക്കും ഏട്ടൻ. അപ്പം പിന്നെ ഞാൻ ചോദിച്ചു, ഇതെന്നെ പതിവില്ല, അതെന്നെ പറ്റി? ഇല്ല വാവട്ടാ, കല്യാണം കഴിക്കണ്ട കേട്ടോ, ഞാൻ എപ്പോഴും നിന്നോട് തന്നെ ഉണ്ടാകും. അപ്പം ഞാൻ ഇത് എത്ര ദിവസങ്ങൾക്ക് മുന്നായിരിക്കും? ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന കാര്യം. ആണോ? ആ, ഈ റൂമിൽ വെച്ചിട്ട് പറഞ്ഞ കാര്യം. അപ്പം ഞാനത് പലരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എന്നോട് പറയാം കല്യാണം കഴിക്കണ്ട കേട്ടോ, അവിടെ കല്യാണം കഴിച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ പറഞ്ഞു ഇല്ല ഏട്ടാ, കല്യാണം കഴിക്കത്തില്ല എന്ന്. പിന്നെ എന്നോട് ചോദിക്കുക, അന്നാ ആവട്ടെ ചെറുപ്പമല്ലേ, ഞാൻ കാരണം അങ്ങനെ ഒന്ന് ജീവിതം നശിപ്പിക്കട്ടെ, കല്യാണം കഴിച്ചു. ഞാൻ പറഞ്ഞു ഓടിച്ച്, ഞാൻ പറഞ്ഞു പൊക്കോ എന്നിട്ട് ഇനി ഇങ്ങനെ പറഞ്ഞേക്കല്ലെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ഞാൻ വിട്ട്. അതിനും ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് മെയ് 19 ബർത്ത്ഡേ ഏട്ടൻ്റെ, ജൂൺ 5 മരിക്കുന്നത്. ബർത്ത്ഡേ എല്ലാം ചെറിയ രീതിയിൽ ആഘോഷമായിരുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞിങ്ങനെ ഉറങ്ങിക്കിടക്കും ഋതപ്പൻ. അപ്പം എന്നോടും കിച്ചുവിനോടുമായിട്ട് പറഞ്ഞു, എടാ കിച്ചു വാവട്ടാ, ഞാൻ മരിച്ചു പോയാലും ദേ ഇവനില്ലേ, ഇവൻ ഞാൻ തന്നെ കേട്ടോ, ഇവൻ വാവുട്ടേന്ന് നിന്നെ വിളിക്കും, ഇവൻ ഞാൻ തന്നെ ആടി. ഞാൻ ചോദിച്ചോണ്ട് എന്തിനാ ഈ മരിച്ചതിനെ പറ്റി തന്നെ പറയുന്നത്? അതുപോലെ ബോട്ടപകടം, ആ സമയത്ത് ഒരു ബോട്ടപകടം നടന്നു. ഇത് കണ്ടിട്ട് എന്നോട് പറയാ, എൻ്റെ വാവക്കുട്ടെ എങ്ങനെ മരിച്ചാലും അപകടത്തിൽ, കാർ അപകടം, ബോട്ടപകടം, ഇങ്ങനെയുള്ളതിനൊന്നും നമ്മൾ ബോട്ടിലൊന്നും കയറുകയും ചെയ്യില്ല, അപകടത്തിൽ മരിക്കുകയേ ചെയ്യില്ല, എനിക്ക് ഭയങ്കര പേടിയാവാ കുട്ട.